നമ്മൾ മലയാളീസിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പൊറോട്ടയും ബീഫും എന്നാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ചോദിച്ചാലും സെയിം തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അവിടെ ബീഫിന് പകരം ചിക്കൻ വെച്ച് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ബീഫ് കഴിക്കത്തില്ലെന്നല്ല, പക്ഷേ എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് ചിക്കനാണ്. ചിക്കൻ എങ്ങനെ വെച്ചാലും ഞാൻ കഴിക്കും. അതായത് വെറുതെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചാലും ഞാൻ കഴിക്കും. അത്രയ്ക്ക് ഞാൻ ചിക്കൻ്റെ ഫാനാണ്. ഇത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയും കുഞ്ഞുമാണ്. കുഞ്ഞിപ്പൂച്ചയ്ക്ക് ടോട്ടൽ 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഇത് മാത്രമേ ജീവനോടുള്ളൂ. ബാക്കി 3 എണ്ണം 2 എണ്ണത്തിനെ കാണാതെയും പോയി, ഒരെണ്ണം ചത്തും പോയി. പിന്നെ ഈ കുഞ്ഞിപ്പൂച്ച ഈ കുഞ്ഞും കൂടാതെ വേറൊരു പൂച്ചയും കൂടെ ഉണ്ട് നമുക്ക്. അത് ജിക്കു എന്നാണ് പേര്. അതൊരു മെയിൽ ക്യാറ്റാണ്. ഇതിപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് ആവാറായി. ഇതിനകത്ത് നമ്മൾ മസാലാസ് ചേർത്ത് എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തേനകത്തിൽ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ മസാല ചേർത്തതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അത് നമ്മൾ പൊടിച്ച് വെച്ചതാണ്. കുറച്ച് പെരുംജീരകവും ഗ്രാമ്പും കറുവാപ്പട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച അതും അതാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പിലിട്ടത്. പിന്നെ ഉപ്പിട്ടു. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടി ഇടേണ്ടതാണ്, പക്ഷെ മറന്നുപോയി. പിന്നെ സെക്കൻഡ് ട്രിപ്പിനകത്ത് ഇട്ടപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇച്ചിരി ബിരിയാണി മസാല. അപ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി മറന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, വീഡിയോ എടുക്കുന്നതിൻ്റെ ആണോന്ന് അറിയത്തില്ല. 2 പ്രാവശ്യം ഞാൻ മഞ്ഞൾപ്പൊടി മറന്നു. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെപ്പോലെ തന്നെ വെയിറ്റിംഗ് ആണ് നമ്മുടെ വീട്ടിലെ പൂച്ചകളും ചിക്കൻ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി ഏത് ഫുഡും അതിൻ്റെ തനതായ രീതിയിൽ കഴിക്കണം എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ പൊറോട്ട മേടിച്ചിട്ട് വെയിറ്റിംഗ് ആണ് ചിക്കൻ ഒന്ന് കുക്കായി വരാനായിട്ട്. അതിനിടയ്ക്ക് നമ്മളൊരു സിനിമയും വെച്ച്. അപ്പം നമ്മൾ പൊറോട്ട എടുത്ത് കഴിക്കാൻ പോവുകയാണേ.